എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡുവിന് മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും മുടങ്ങുന്നത് പോലല്ല, ഇത്തവണ ഒത്തിരി പേർക്ക് തുക വിതരണം ലഭിച്ചിട്ടില്ല. ഒരു 10% ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രാവശ്യം PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡുവിനം ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ റീസൺ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും EKYC ചെയ്യണം എന്നുള്ളതാണ്. കുറേ പേർക്ക് EKYC ചെയ്യണം, കുറേ പേര് ഇൻഎലിജിബിൾ ആക്കി വിട്ടിരിക്കുകയാണ്. അവരൊക്കെ അതിൻ്റെ വേണ്ടപ്പെട്ട രേഖകൾ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും PM കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് 90% EKYC ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം എസ് ആണെന്ന് കരുതിയിരിക്കരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ EKYC ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതെല്ലാ പ്രാവശ്യവും ഞാൻ അത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. നമുക്ക് സ്റ്റാറ്റസ് എല്ലാം നോക്കുമ്പോൾ അവിടെ എസ് ആണ്. എന്നാൽ നമുക്ക് EKYC ഓപ്ഷനിൽ കയറി നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അവിടെ EKYC ചെയ്യാനുള്ള നിർദ്ദേശം വരും. EKYC അവിടെ നോ കാണിക്കില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാണ് ഈ പ്രാവശ്യത്തെ തുക വിതരണം നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് PM കിസാന്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഗൂഗിളിൽ കയറി PM കിസാൻ സമ്മാൻ നിധി എന്ന് ടൈപ്പ് ചെയ്യാൽ PM കിസാൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇതിപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ആണ്. ഇതിൽ ഓപ്പൺ ചെയ്യുക. ഇതിൽ ആദ്യം ന്യൂ രജിസ്ട്രേഷൻ ആണ്. രണ്ടാമതുള്ള EKYC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും അവിടെ ബയോമെട്രിക്കലായിട്ട് EKYC ചെയ്യണം എന്നുള്ളത്. അവിടെ നമുക്ക് OTP ബേസ്ഡ് EKYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് EKYC ചെയ്യണം. ഈ ബയോമെട്രിക്കൽ EKYC നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ്. എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്മാച്ചുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെയും നിങ്ങളുടെ ഫേസ് സ്കാൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ച് ബയോമെട്രിക്കലായിട്ട് നിങ്ങൾ EKYC കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വീണ്ടും ആക്റ്റീവ് ആവുള്ളൂ. നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം അവിടെ എസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് യാതൊരുവിധ വിഷയങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ EKYC അവിടെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നാക്റ്റീവ് ആണ്, നിങ്ങൾ ആക്റ്റീവ് അല്ല ആ സ്റ്റാറ്റസിൽ. അത് പിന്നെ ആക്റ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും PM കിസാൻ സമ്മാൻ നിധി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത് എല്ലാം എസ് ആണെന്ന് കരുതി നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ EKYC ഓപ്ഷനിൽ കയറി നിങ്ങളുടെ EKYC ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഇതുപോലെ തന്നെ ബയോമെട്രിക്കലായിട്ട് EKYC ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ബയോമെട്രിക്കലായിട്ട് EKYC കംപ്ലീറ്റ് ചെയ്യുക. ഫോണിലൊക്കെ എങ്ങനെയാണ് EKYC കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയയിലോ CC സെന്ററിലോ ചെന്ന് തന്നെ ഈ EKYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 21ാമത്തെ ഗഡുവിനം ലഭിച്ചവർ മാത്രമല്ല ഈ പ്രശ്നം വരുന്നത്. ഇനി അങ്ങോട്ട് തുക വിതരണം വാങ്ങിക്കുന്നവരെല്ലാം തന്നെയും എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ EKYC ആണ്. EKYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് എപ്പോഴും നമുക്ക് മാറിക്കൊണ്ടിരിക്കും. മറ്റു കാര്യങ്ങളൊന്നും മാറിയില്ലെങ്കിൽ പോലും EKYC ഏത് സമയത്തും എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ചെയ്യുന്നത് EKYC ഓപ്ഷനിലേക്കാണ്. നമ്മൾ ഇന്നാക്റ്റീവ് ചെയ്തിട്ട് EKYC കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വീണ്ടും നമ്മുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതും ശ്രദ്ധിക്കുക. ചിലർ പിന്നെ മെസ്സേജ് വരാനായിട്ട് വാശി പിടിച്ചിരിക്കുന്നവരുണ്ട്, ബാങ്കിൽ വന്നിട്ടും അറിയാത്തവരുണ്ട്. അതൊക്കെ നിങ്ങൾ ബാങ്കിൽ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ബാങ്കിലെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് തുക എത്തിയിട്ടില്ലാത്തവർ നേരെ EKYC ഓപ്ഷനിലൂടെ പൊക്കോളുക. അവിടെ EKYC ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം EKYC കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.